നമസ്കാരം സുഹൃത്തുക്കളെ. സ്വന്തമായി AI വീഡിയോകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മികച്ച AI വീഡിയോകൾ, അതും തികച്ചും സൗജന്യമായി നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഫോണിലെ ജെമിനി ആപ്പ് ഉപയോഗിച്ച് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജെമിനിയുടെ സാധാരണ ഫ്രീ മോഡലായ ജെമിനി ലൈറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് ഇതുപോലെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനായി ഇതിൻ്റെ അഡ്വാൻസ് ആയ ജെമിനി പ്രോ മോഡൽ തന്നെ ഉപയോഗിക്കണം. താഴെയുള്ള അറ്റാച്ച്മെൻ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ശേഷം താഴെയുള്ള ബോക്സിൽ നമുക്ക് വേണ്ട വീഡിയോ ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന്, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ഒരു ബൈക്കിൽ പോകുന്നതായിട്ടുള്ള രംഗം ചിത്രീകരിച്ച് നൽകുക. നമ്മൾ കൃത്യമായി എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് വിശകലനം ചെയ്യുകയാണ്. ജനറേറ്റ് ചെയ്യുകയാണ്. ഇതിന് 1 മിനിറ്റോളം സമയമെടുക്കും. ഇപ്പോൾ വീഡിയോ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഇത് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. താഴെ കാണുന്ന 3 കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സേവിങ് ഓപ്ഷൻ ഓപ്പൺ ആവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. ഇനി പൈസ കൊടുത്ത് ജെമിനി പ്രോ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കായി തികച്ചും സൗജന്യമായി ഇതുപോലെ വീഡിയോകൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്പാണ് ഗൂഗിളിൻ്റെ തന്നെ യൂട്യൂബ് ക്രിയേറ്റ്. ഇതിനായി ആപ്പ് ഓപ്പൺ ചെയ്ത് ജനറേറ്റ് വീഡിയോ എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയായി 3 ഇൻഗ്രീഡിയൻസ് എന്നൊരു പ്ലസ് ബട്ടൺ കാണാം. പരമാവധി 3 ഫോട്ടോകൾ വരെ നമുക്കിതിൽ ചേർക്കാം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു വീഡിയോയിൽ തന്നെ ഒരു സീനിൻ്റെ തുടർച്ചയായി മറ്റൊരു ഭാഗമോ അല്ലെങ്കിൽ മറ്റൊരു ആംഗിളോ ആണ് പിന്നീട് കാണിക്കേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോട്ടോകൾ കൂടി ഇതിൽ നൽകിയാൽ മതി. അങ്ങനെ കൊടുത്താൽ നമ്മൾ കൊടുത്ത ആ ഫോട്ടോകളെ അടിസ്ഥാനമാക്കി കഥയുടെ തുടർച്ചയായിട്ട് തന്നെ ആ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി AI വീഡിയോ ക്രിയേറ്റ് ചെയ്തു തരും. നമ്മളിപ്പോൾ അവിടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി മുകളിലെ ബോക്സിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വ്യക്തിക്ക് സംസാരിക്കാനുള്ള ഡയലോഗ് നൽകുമ്പോൾ അത് കൃത്യമായി ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ നൽകാൻ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ഒരു സൈക്കിളിൽ മീൻ കച്ചവടം നടത്തുവാൻ പോകുന്നതായിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. മുഖത്തിന് വ്യത്യാസം വരാൻ പാടില്ല. അദ്ദേഹം പറയേണ്ട സംഭാഷണം താഴെ നൽകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം താഴെ നൽകേണ്ട സംഭാഷണം ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിൽ നൽകണം. ഇതുപോലെ, ഓ മീനെ, നല്ല പെടക്കണ മീനെ, ഓടിവായോ ചാടിവായോ, ഓയ് മീനെ മീനെ എന്ന് പറഞ്ഞതിന് ശേഷം 2 ഇൻവെർട്ടർ കോമ കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൊടുത്ത ശേഷം ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഡിംഗ് പൂർത്തിയാകുമ്പോൾ നമ്മൾ കൊടുത്ത ഫോട്ടോയും ഡയലോഗും വെച്ചുള്ള AI വീഡിയോ ഇവിടെ റെഡിയാകും. ലോഡിംഗ് പൂർത്തിയാകാറായിരിക്കുകയാണ്. കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഇതിനെടുക്കത്തുള്ളൂ. വീഡിയോ പൂർത്തിയായിട്ടുണ്ട്. ഓ മീനെ, നല്ല പെടക്കണ മീനെ, ഓടിവായോ ചാടിവായോ, ഓയ് മീനെ മീനെ. ഓ മീനെ, നല്ല പെടക്കണ മീനെ, ഓടിവായോ ചാടിവായോ. ഇതിന് താഴെയായി കാണുന്ന യൂസ് വീഡിയോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ എഡിറ്റിംഗ് ടൈം ലൈനിലെത്തും. അവിടെ വലതുവശത്തുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോയുടെ ബാക്കിയായിട്ട് വേറെ ഫോട്ടോകളോ വീഡിയോകളോ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഗാലറിയിൽ നിന്ന് മറ്റൊരു വീഡിയോ കൂടി ഇതിലേക്ക് ചേർത്ത് കാണിക്കാം. നോക്കൂ, ഇതേപോലെ വളരെ എളുപ്പത്തിൽ പല വീഡിയോകളും ഫോട്ടോകളും നമുക്ക് യോജിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ആ രണ്ടാമത് ചേർത്ത ഭാഗം ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി ഈ വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ വലതുവശത്ത് മുകളിലായി കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ എക്സ്പോർട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 100% ആകുമ്പോഴേക്കും ഈ വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആകുന്നതാണ്. ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് യൂട്യൂബിലേക്കും അപ്ലോഡ് ചെയ്യാം.
നമ്മൾക്ക് ഗാലറിയിൽ പോയി അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഗാലറി ഓപ്പൺ ചെയ്ത് ആ വീഡിയോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ മീനേ, നല്ല പിടയ്ക്കണ മീനേ, ഓടിവായോ, ചാടിവായോ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതിൽ ഏത് രീതിയിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.